പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി. ഇത്തവണ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരൽപ്പം വൈകി. ഒരു മാനസിക പ്രശ്നമാണ്. കർണാടകയിൽ ഷിരൂരിൽ ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം തൊട്ടു പിന്നാലെ 2 ആഴ്ച കഴിയുമ്പോൾ ജൂലൈ 30-ന് പുലർച്ചെ നമ്മുടെ വയനാട്ടിൽ ഗ്രാമങ്ങളെ ആകെ ഒഴുക്കിക്കൊണ്ടുപോയ പ്രളയജലം. ഈ 2 ദുരന്തങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. അതുകൊണ്ട് ഞാൻ ഒരൽപ്പം വൈകി. ഇത്തവണ നമുക്ക് പുതിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് തോന്നുന്നത്. അതായത് ഭാരതീയ നാടകത്തെക്കുറിച്ച്. ഈ ഒരു വിഷയം സംസാരിക്കാൻ ഞാൻ ആരുമല്ല. ഭാരതീയ നാടകത്തെക്കുറിച്ച് ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടുമില്ല. എന്നിരുന്നാലും വരാനിരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇതൊന്ന് തൊട്ടുപോയില്ലെങ്കിൽ പിന്നീട് ഒരു നഷ്ടം സംഭവിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ഇത് സ്പർശിക്കുന്നതാണ്. ഭാരതീയ നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് സംസ്കൃത നാടകത്തെക്കുറിച്ച് തന്നെയാണ്. ഭാരതത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് നാടക പാരമ്പര്യങ്ങളുണ്ട്, ഓരോ ഭാഷകളിലും നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ആധികാരികത എന്ന് പറയുന്നത് സംസ്കൃത നാടകം തന്നെയാണ്. നമ്മുടെ ഭാരതീയ നാടകമാണോ ആദ്യം ഉണ്ടായത്, അല്ല പാശ്ചാത്യ നാടകത്തിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണോ നമ്മുടെ നാടകവേദി എന്നൊക്കെ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇല്ല, ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ നാടകങ്ങൾ ഏതാണ്ട് ഒരേ കാലത്ത് തന്നെ പ്രാരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ നാടകവും പൗരസ്ത്യ നാടകവും തമ്മിൽ ഒരു രസവ്യത്യാസമുണ്ടായിരുന്നു. പാശ്ചാത്യ നാടകം മിക്കവാറും, പ്രത്യേകിച്ച് ഗ്രീക്ക് നാടകം, ദുഃഖപര്യവസായിയായിരുന്നു. എന്നാൽ പൗരസ്ത്യ നാടകം സുഖപര്യവസായിയുമാണ്. ഈ ഒരു വ്യത്യാസം പണ്ട് മുതലേ നിലനിന്നിരുന്നു. ഇതിനെ ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. ഗ്രീക്ക് നാടകവേദിയിൽ നടക്കുന്ന ഗ്രീക്ക് നാടക മത്സരങ്ങളെ ട്രാജഡി മത്സരങ്ങൾ എന്ന് പോലും അറിയപ്പെടുമായിരുന്നു. അങ്ങനെ വിശേഷിപ്പിക്കുമായിരുന്നു. ട്രാജഡി മത്സരങ്ങളാണ് അവിടെ, നാടക മത്സരങ്ങൾ എന്നല്ല സാധാരണയായി പറഞ്ഞു വരാറുള്ളത്. അപ്പം അങ്ങനൊരു വ്യത്യാസം പാശ്ചാത്യ നാടകങ്ങളും പൗരസ്ത്യ നാടകങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാരതീയ നാടകവേദി ഏതാണ്ട് ഇതിഹാസകാലത്തോളം നിലനിൽക്കുന്നതാണ്. BC 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇതിഹാസങ്ങളിൽ തന്നെ രാമായണത്തിൽ വധൂനാടക സംഘാനാം എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ രാമായണ കാലത്ത് നാടകമുണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. ഭരതമുനിക്ക് മുമ്പ് തന്നെ, നാട്യശാസ്ത്രം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ശിലാലി, കൃതാശ്വൻ എന്നീ പേരുകളുള്ള നാടകപ്രവർത്തകരും ആചാര്യന്മാരും അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ രചനകളൊന്നും തന്നെ കണ്ടെടുക്കാനായിട്ടില്ല. ഭാസൻ ആ കാലത്തുള്ള ഭാസന്റെ നാടകങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നാട്യശാസ്ത്രത്തിൻ്റെ സ്വാധീനം ആ നാടകത്തിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഭാസൻ ഭരതമുനിയേക്കാൾ മുമ്പുള്ള ആളായിരുന്നു എന്ന് വേണം കരുതാൻ എന്നാണ്. പാണിനി ഏതാണ്ട് BC 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ധാരാളം നാടകകൃത്തുക്കളുണ്ട്. ശൂദ്രകനുണ്ട്, കാളിദാസനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ശൂദ്രകൻ്റെ കാര്യം പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ശൂദ്രകൻ്റെ വളരെ വിശേഷപ്പെട്ട നാടകമാണ് മൃച്ഛകടികം. ഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, ആ നാടകം കാണാനുള്ള ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ്
ആ നാടകം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ വളരെ പ്രസിദ്ധമായ കലാസമിതി KPSC ആണ് ആ നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനത് കണ്ണൂരിൽ വെച്ചാണ് കണ്ടിട്ടുള്ളത്. മൃച്ഛകടികം. അതിലെ നായക വേഷം, ചാരുദത്തിൻ്റെ വേഷം ചെയ്തത് ഇന്ന് സിനിമാ വേദിയിൽ പ്രശസ്ത നടനായ സായികുമാറായിരുന്നു. സായികുമാർ എന്നൊരു മെലിഞ്ഞ ചെറിയ ഏതാണ്ട് കൗമാരപ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. സംസ്കൃത നാടകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രൂപകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാടകം രൂപകമാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്താണ് രൂപകം? രൂപാരോപം ചെയ്യുന്നത് രൂപകം എന്നാണ് അർത്ഥം. അതായത് ഒരു രൂപത്തിലേക്ക് മറ്റൊരു രൂപത്തെ ആരോപിക്കപ്പെടുമ്പോൾ ആ രൂപത്തെ ഭംഗിയെ അവതരിപ്പിക്കുമ്പോൾ ആ കലാരൂപത്തെയാണ് രൂപകം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെ ദശരൂപകങ്ങളുണ്ട്, 10 രൂപകങ്ങളുണ്ട്. അതിതൊക്കെയാണ്: നാടകമംഗം പ്രകരണമീഹാമൃഗവും ഡിമം സമവാരം ബാണം പ്രഹസന സ്വപ്നം വീഥി വ്യായോഗം എന്നിങ്ങനെ രൂപകം 10. ഈ 10 രൂപകങ്ങളിൽ ആദ്യത്തെ രൂപകം നാടകം തന്നെയാണ്, നമ്മുടെ പ്രതിപാദ്യ വിഷയം തന്നെയാണ്. ഈ നാടകം എങ്ങനെയായിരിക്കും? ഓരോ രൂപങ്ങളിലും പറയുന്നുണ്ട്. ഓരോന്നിനും ലക്ഷണങ്ങളുണ്ട്, എന്തൊക്കെ വേണം, ഏത് ശാസ്ത്രീയ രീതിയിലായിരിക്കണം ഈ നാടകം രചിക്കപ്പെടുന്നത്, അത് കളിക്കുന്നത്, എത്ര കഥാപാത്രം, അങ്ങനെ അത് സങ്കീർണമായ ഒരു വിഷയമാണ്. അതിലേക്ക് നമുക്ക് കിടക്കണ്ട. പക്ഷെ ഒന്നാമത്തെ രൂപകം എന്ന് പറയുന്നത് നാടകമാണ്. ആ നാടകത്തിന് ഒരു ലക്ഷണമുണ്ട്. നമുക്കത് ഒന്ന് നോക്കാം. ഒരു നാടക നിർമ്മാണത്തിനായി, രചനയ്ക്കായി നാടകകൃത്ത് സ്വീകരിക്കുന്ന ഒരു ഇതിവൃത്തമുണ്ടല്ലോ, ആ ഇതിവൃത്തമാണ് കഥാവസ്തു. ഈ ഇതിവൃത്തം പറയാൻ ഏത് കഥാപാത്രത്തെയാണോ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആ കഥാപാത്രമാണ് നായകൻ. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി ആത്മാർത്ഥമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് രസമെന്ന് പറയുന്നത്. അപ്പോൾ ഈ നായകൻ എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് അതിൻ്റെ നിർവചനത്തിൽ പറയുന്നുണ്ട്. സംസ്കൃത നാടക നിർവചന പ്രകാരം നായകൻ്റെ ലക്ഷണം എന്താണെന്ന് പറയുന്നുണ്ട്. ധീരോദാത്തൻ, അതിപ്രതാപഗുണവാൻ, വിഖ്യാതവംശൻ, ധരാപാലൻ നായകൻ, 5 സന്ധികളതിഖ്യാതം കഥാവസ്തുവും, 4-5 ആളുകൾ അംഗമഞ്ചധികമോ, ശൃംഗാരമോ വീരമോ മുഖ്യം, നിർവഹണത്തിൽ അത്ഭുതരസം, നാഥോദയം നാടകം. ഇതാണ് നാടകലക്ഷണം. നായകനെക്കുറിച്ചും നാടകത്തിലെ പഞ്ചസന്ധികളെക്കുറിച്ചും എത്ര കഥാപാത്രങ്ങൾ വേണമെന്ന് എന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ശ്ലോകം, ഒരു ലക്ഷണം ഇതാണ്. ഇങ്ങനെ ഇതിവൃത്തം പറഞ്ഞു പോകുമ്പോൾ കഥാവസ്തു പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ നാടകരചനയിൽ എവിടെയെങ്കിലും വളരെ പ്രസക്തമല്ലാത്ത എന്നാൽ വളരെ അത്യാവശ്യമുള്ള ചില രംഗങ്ങൾക്ക് സൂചന കൊടുത്തിട്ടുണ്ടാവാം. അതിന് വലിയ പ്രാധാന്യമൊന്നും രചയിതാവ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് നാടകത്തെ മൊത്തം ബാധിക്കുന്ന ഏതെങ്കിലും ഒരു സൂചനയായിരിക്കാം, ഒരു ഒരു കർമ്മമായിരിക്കാം. അപ്പോൾ അത്തരം കർമ്മങ്ങളെ എടുത്ത് ആദ്യം കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ മലയാള നാടകങ്ങളിലും അത് ചെയ്യാറുണ്ട്. അതിനെ വിഷ്കംഭം എന്നാണ് സാധാരണ പറഞ്ഞു വരാറുള്ളത്. എന്താണ് വിഷ്കംഭം?
ഭൂതഭാവി കഥാംശങ്ങൾ വിവരിക്കും മട്ടിലായി ചുരുക്കി ആദിയിൽ ചൊല്ലും ഭാഗം വിഷ്കംഭമായിടും എന്നാണ് വിഷ്കംഭത്തിൻ്റെ ലക്ഷണം. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കഴിഞ്ഞുപോയ കഥയോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ആയ കഥകൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി നാടകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചുരുക്കി വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കാണ് വിഷ്കംഭം എന്ന് പറയുന്നത്. അത് സംസ്കൃത നാടകത്തിൽ മാത്രമല്ല, നമ്മളും മലയാള നാടകത്തിലും ചെയ്തു വരുന്ന ഒരു ക്രിയാംശമാണ്. ഭാരതത്തിലെ നാടക പ്രവർത്തനം എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഭംഗിയായി നടന്നിരുന്നുവെങ്കിലും ഏറ്റവും മികച്ചു നിന്നത് ബംഗാളിലും മഹാരാഷ്ട്രയിലുമാണ്. അവിടെ സംസ്കൃത സാഹിത്യത്തിൻ്റെ ജ്വലിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി വിക്ടോറിയൻ നാടകവേദിയുടെ ഒരു ജ്വലിക്കുന്ന കാലഘട്ടവും നമുക്ക് കാണാൻ സാധിക്കും. ബംഗാളിൽ നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ നമ്മൾ അറിയാമല്ലോ. പക്ഷേ അദ്ദേഹത്തെ നമ്മളൊരു ദേശീയ കവിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ബംഗാളിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം കവി മാത്രമല്ല, അറിയപ്പെടുന്നൊരു നാടക പ്രവർത്തകനുമായിരുന്നു, രചയിതാവായിരുന്നു, നടനായിരുന്നു, നാടക സംഘാടകനായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നാടകത്തിൽ എഴുകിച്ചേർന്നൊരു വ്യക്തി കൂടിയായിരുന്നു കവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ബംഗാളിൻ്റെ കഴിഞ്ഞകാല നാടകങ്ങളെ ഭംഗിയായി സ്വീകരിച്ചു, നാടോടി നാടകങ്ങളെ സ്വീകരിച്ചു, ബംഗാളിൻ്റെ ക്ലാസിക്കൽ നാടക രീതിയെ അദ്ദേഹം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിക്ടോറിയൻ നാടകവേദിയിലൂടെയുള്ള പരിചയം കൊണ്ട് അദ്ദേഹം പാശ്ചാത്യ നാടക ശൈലിയെയും സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ നാടകത്തിൻ്റെ എല്ലാ സത്തകളെയും അന്യമായി കാണാതെ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് നാടക പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. പ്രകൃതി ചിത്രങ്ങൾ വരച്ചു ചേർത്ത കൃത്രിമ പടുതകളല്ല നമുക്ക് ആവശ്യം, മനസ്സെന്ന പശ്ചാത്തലമാണ് ഏറ്റവും മുഖ്യം. അതിൽ സംഗീതത്തിൻ്റെ ബ്രഷ് കൊണ്ട് അനേകം ചിത്രപരമ്പരകൾ വരച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടക തത്വം. അദ്ദേഹം സ്വീകരിച്ച നാടക മാർഗവും അതായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. പിന്നീട് 1930-40 കാലഘട്ടങ്ങളിൽ പൃഥ്വിരാജ് കപൂറിൻ്റെ നേതൃത്വത്തിൽ പൃഥ്വി തിയേറ്റേഴ്സ് ആരംഭിച്ചു. പ്രൊഫഷണൽ തിയേറ്ററാണ് പൃഥ്വിരാജ് കപൂർ. എന്നാൽ ഇന്ന് ഹിന്ദി സിനിമാ വേദിയിൽ വ്യാപിച്ചു കിടക്കുന്ന, തലമുറകളായി വ്യാപിച്ചു കിടക്കുന്ന വേരൂന്നിയ കപൂർ കുടുംബത്തിൻ്റെ മുത്തച്ഛൻ മുഗൾ-ഇ ആസാമി എന്ന ഒരൊറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യത വിലയിരുത്താൻ വേണ്ടി. അതിൽ അക്ബറായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അങ്ങനെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം നാടക സംഘവുമായി നടന്നിട്ടുള്ളത്. നാടകത്തിലെ തിയേറ്ററിലെ അച്ചടക്കമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ. വളരെ അച്ചടക്കവും മാന്യതയുമുള്ള ഒരു തിയേറ്ററിൻ്റെ സൃഷ്ടിക്കായി അദ്ദേഹം അങ്ങേയറ്റം പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിയമം ഞാനാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ തിയേറ്ററിനകത്തിരുന്ന് പിറുപിറുക്കുകയും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലാനുള്ള വകുപ്പ് പീനൽ കോഡിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു എന്ന്. അത്രക്കും കാർക്കശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടക നിലപാട്. ഇങ്ങനെ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അനേകം മഹാത്മാക്കളുടെ നാടകങ്ങൾ അരങ്ങേറി സമ്പന്നമായ ഒരു പശ്ചാത്തലം നമ്മുടെ ഭാരതീയ നാടകവേദിക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനിതൊക്കെ പറയുന്നു.
ഒരു ഗ്രാമീണ നാടകവേദിയിലെ നാടകപ്രവർത്തകൻ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ആഴത്തിൽ തിരിച്ചറിയേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്തിനു മെനക്കെടുന്നു എന്നൊക്കെ ശരിയാണ്, ആവശ്യമില്ല. ഇതൊന്നും പഠിച്ചിരിക്കേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷേ എൻ്റെ ഒരു തോന്നൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നേടാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അതിപ്രാഥമികമായ അറിവെങ്കിലും അല്ലെങ്കിൽ സൂചനകളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റുണ്ടാവില്ലല്ലോ. അത്രയേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരിൽ അത് പ്രകടിപ്പിക്കാം, നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. നിർത്തട്ടെ. നമസ്കാരം.